എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബിന്ദു ടെറസ് ഫാമിലേക്ക് സ്വാഗതം. നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്നൊരു ചെറിയ വിളവെടുപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാടൊന്നുമില്ല, എന്നാലും നമ്മുടെ കുമ്പളങ്ങയൊക്കെ തീർന്നു. പിന്നെ 2-3 പടവലങ്ങ, പിന്നെ നമ്മുടെ ഒരു ഗീയ, നേരത്തെ ഗീയ ഉണ്ടായത് 1-2 നമ്മൾ പറിച്ചു, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് പയർ പറിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗീയ വിളവെടുക്കാം. ഇതിനേക്കാളും വലുത് 2 നമ്മൾ നേരത്തെ പറിച്ചു കഴിഞ്ഞു. അന്ന് നമ്മളൊരു വീഡിയോ പിടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, അതുകൊണ്ട് പിടിച്ചിട്ടില്ല. നമ്മുടെ ഗീയുടെ ചുവട് ഇതാണ് ഗീയുടെ ചുവട്. കണ്ടോ, നല്ല വണ്ണത്തിൽ ഈ ഡ്രമ്മിനകത്താണ് നമ്മുടെ ഗീയുടെ ചുവട് നിൽക്കുന്നത്. ഈ കാണുന്ന ഈ ചുവടാണ് ഗീയുടെ. കണ്ടോ, അത് 4 വശത്തേക്ക് ശേഖരം പോയിട്ട് ഉണ്ടായതാണ്. പിന്നെ നമുക്കിവിടെ പടവലങ്ങയുണ്ട്, അതൊക്കെ കല്ല് കെട്ടിയിട്ടിട്ട് അവിടെ അങ്ങ് മുറുകി വണ്ണം വെച്ചപ്പോൾ. നമ്മുടെ പടവലങ്ങയെല്ലാം തീരാറാകുമ്പോഴത്തേക്ക് അതിങ്ങനെ ശുഷ്കവലം പോലെ ആയി വരുന്നുണ്ട്. എന്നാലും ഇഷ്ടംപോലെ ചെറുത് വീഴുന്നുണ്ട് നമുക്ക് പടവലങ്ങ. ഇവിടെ ഉണ്ട് ചെറിയ പടവലങ്ങകൾ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട്. ഇതുണ്ട്, പയർ കിടക്കുന്നുണ്ടോ നമുക്ക്? പയറുണ്ടോ? നല്ല നീളം പയറാണ്. ഇതുണ്ടോ, നല്ല നീളം വയ്ക്കുന്ന ടൈപ്പ് പയറാണ്. ഇതുണ്ട്, കുഞ്ഞു പടവലങ്ങ ഉണ്ടായി വരുന്നുണ്ട്. ഇതേ പയർ കണ്ടോ, പയർ ഇവിടെയൊക്കെ പയറുണ്ടായിട്ടുണ്ട്. ഇനിയുണ്ട് പയർ പറിക്കാൻ. പയർ കുറച്ച് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. നമ്മൾ ആ കമ്പ് കൊണ്ടേക്ക് ഇഷ്ടംപോലെ പയർ കിടപ്പുണ്ട്. അതെങ്ങനെ പറിക്കുമെന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ. ഇത് കണ്ട് ഇവിടെയൊക്കെ പയറുണ്ടാകാൻ തുടങ്ങി. ഇതുണ്ടോ, എല്ലാം കുഞ്ഞു പയറുകളുണ്ടായി വരാൻ തുടങ്ങി. പയർ ഇഷ്ടംപോലെ വീഴുന്നുണ്ട് ഇപ്രാവശ്യത്തെ. വള്ളി പോലെ കിടക്കുന്നത്. ഇവിടെ പാമ്പ് പോലെയൊക്കെ വളഞ്ഞു കിടക്കുന്നുണ്ട് പയറിൽ. നമുക്ക് പയറിൻ്റെ ഭംഗിയുണ്ടോ? ഇതാണ് പയർ. നമുക്ക് കസേര എടുക്കാം. കസേര കയറി ഇതുണ്ട്, പയറിൻ്റെ നീളം നോക്കി. ഇതുണ്ടോ, 18 മണിയും പയറായത്. നോക്കും, ഇത്രയും നീളമുണ്ട് നമ്മുടെ പയറിന്. നല്ല വലിയ പയർ. ഇതുപോലത്തെ ഒരു 5-6 പയറുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു തോരൻ വയ്ക്കാനുള്ളതാണ്. ഇതുണ്ട് പയർ കിടക്കുന്നത്. ഇതൊക്കെ പയറാണ് നമ്മുടെ. കണ്ടേ, സൂക്ഷിച്ച് പടച്ചില്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന മൊട്ടും കൂടെ അങ്ങ് പോകും. ഇത്രയും പയർ നമുക്ക് കിട്ടും. നമുക്ക് ഒരു 10 പയറുണ്ടെങ്കിൽ നല്ല 3-4 പേർക്കുള്ള ഒരു തോരൻ വയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. നല്ല നീളം പയറാണിത്. ഉണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ. മുകളിലൊക്കെ ഉണ്ടോ ഇനി കാണാൻ പോലും പറ്റുന്നില്ല. ഇനിയുണ്ട്, ഇനി അപ്പുറം ഉണ്ട്. നമുക്ക് പറിക്കാം. കുറ്റിപ്പയറിൽ ഒരു പൂ പോലും വേസ്റ്റായി പോകത്തില്ല. എത്ര പൂവുണ്ടോ അത്രയും അതിനകത്ത് കായ ഉണ്ടാകും. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ കുറ്റിപ്പയറായിരുന്നു. നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ എടുക്കുന്ന വൻപയറിനകത്തുനിന്ന് ഞാൻ ഇട്ട് കിളിപ്പിച്ചതായിരുന്നു ഇത്. ഇതുണ്ടോ, ഇഷ്ടം പോലെ പയർ ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിൽ നട്ടതിൽ 2 ഇടിതുണ്ട്. ഇതെല്ലാം പയറാണ്. നോക്ക്, ഇതെല്ലാം പയറുകളാണ് തിരിഞ്ഞിട്ട് നിൽക്കുന്നത്. കണ്ടോ, ഇതെല്ലാം പയറുകൾ. എത്ര പൂവുണ്ടാകുന്നോ അത്രയും അതിനകത്ത് പയറുണ്ടായി വരും. പിന്നെ നമുക്കിവിടെ പടവലങ്ങയുണ്ട് പറിക്കാൻ. ഇത് കണ്ട് ഈ പടവലങ്ങയുടെയൊക്കെ ഭംഗി നോക്ക് കാണാനായിട്ട്. പാമ്പ് പോലെയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും പച്ചക്കറി പറിച്ച് പടവലങ്ങ, ഗീയ, പയർ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ്. ഇത് കണ്ടോ, നമ്മുടെ നീലകാന്താരി. നോക്ക്, ഇതിപ്പോൾ പൂ വന്നപ്പോഴാണ് ഇത് നീല. അല്ല, എനിക്ക് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഓരോ തണ്ടിനും നീല കളർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നീലകാന്താരി ആയിരിക്കുമെന്ന്. പക്ഷെ നിറച്ച് പൂത്തിട്ടുണ്ട്. ഇതുവരെ ഒരു കായും വന്നിട്ടില്ല. ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ട് നീലകാന്താരി. കണ്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും നമസ്കാരം.